ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട് പണിയാന്നുള്ളത്. സാധാരണ രീതിയിൽ ഒരു എഞ്ചിനീയർ ഒരു ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട് പണി കഴിയുമ്പോഴേക്ക് ഉടക്കി പിരിയും. ഇവിടെ നേരെ മറിച്ചാണ്. ഞാനും BM അസോസിയേറ്റ്സിലെ ബിബിനും നല്ല സുഹൃത്തുക്കളായി മാറി എന്നുള്ളതാണ് ഈ വീട് പണി കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ധൃതി വെക്കാതെ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നാൽ നമ്മൾക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെ പണിയാം. ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് ഞാൻ കൈകാര്യം ചെയ്യാൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വീട് കണ്ടവരൊക്കെ തന്നെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ടാണ് അവർ നന്നായിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് കമന്റ്സ് നമുക്ക് തരുമ്പോൾ അതൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് മോഹൻ സാറിനെ പരിചയപ്പെടുന്നത്. മോഹൻ സാറായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞോട് ആൾക്കൊരു വീടിനെ കുറിച്ചുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി. പിന്നെ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഇതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളാണ് അതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞപ്പോഴാണ് ഈ വീട് ഇന്റീരിയർ ചെയ്യണം എന്നുള്ള ഒരു ആശയം നമുക്ക് വരുന്നത്. ഇൻഫാക്ട്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ലിജിലിനെ പരിചയപ്പെടുത്തിയിരുന്നു. സിംപ്ലി എലഗന്റ് ആയിരിക്കണം. അതായിരുന്നു ഞങ്ങൾ ഇന്റീരിയറുമായി ഈ പ്രൊജക്റ്റിലേക്ക് വന്നപ്പോൾ ഇതിന്റെ ക്ലയന്റ് മോഹനേട്ടൻ്റെ ഫാമിലി നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പ്രകാരം തന്നെയാണ് നമ്മൾ ഈ വീടിന്റെ ഇന്റീരിയറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഡിസൈൻ കൊണ്ടെത്തിച്ചത്. നിങ്ങളെല്ലാം തന്നെ സസൂക്ഷ്മം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ 2830 ഇതിൻ്റെ എലിവേഷൻ നമ്മൾ കണ്ടംപററി വിത്ത് ഫ്യൂഷൻ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റും ഫാമിലിയും നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം, ഡിസൈനിങ് ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റീരിയർ ഇവിടുത്തെ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഫാസ് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റെടുത്ത ദൗത്യം നമ്മൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ നമ്മളിവിടെ 3D ഒറ്റ പ്രാവശ്യമാണ് ഞങ്ങൾ 3D ഇതിൻ്റെ വ്യൂ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ആ ഒരൊറ്റ ടേക്കിൽ തന്നെ നമ്മൾ ഷോട്ട് റെഡി എന്ന് പറയുന്ന പോലെ തന്നെ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ആസ്പെക്റ്റിൽ കറക്റ്റായിരുന്നു. ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് ഒരു എന്താ പറയുക അണുവിട ചലിക്കാണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടാണ് അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് നമുക്കിത് ഭംഗിയാക്കിയിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. എന്തായാലും ഞാൻ ഈ നിമിഷം സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആഗ്രഹിച്ച പോലെ, എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ, എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ട പോലെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ ഇന്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ കാണുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള എലഗൻ്റായുള്ള രീതിയിൽ ഇതിനെ കൺസീവ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞു. അതിൻ്റെതായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് അവസരം തന്ന BM അസോസിയേറ്റ്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലയൻറ്റിനും ഫാമിലിക്കും, മോഹനേട്ടനും ഫാമിലിക്കും എല്ലാവിധ നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ പറയുകയാണ്.